ഹലോ, വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. APOൻ്റെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ അവധി എന്നുള്ള ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാധാരണ അവധിയെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ അടിയന്തരാവധിയെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. നോക്കൂ, അടിയന്തരാവധി ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ ഒഴികെയുള്ള ഏതൊരു സൽസ്വഭാവികളായ തടവുകാർക്കും താഴെ വ്യക്തമാക്കിയിട്ടുള്ള വളരെ അടിയന്തര ഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥയ്ക്ക് അർഹതയുണ്ടായിരിക്കും. താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി അടിയന്തരാവധി അനുവദിക്കേണ്ടതാണ്. പിതാവ്, മാതാവ്, മകൻ, മകൾ, ഭാര്യ, ഭർത്താവ്, സഹോദരൻ, സഹോദരി, അർദ്ധസഹോദരൻ, അർദ്ധസഹോദരി, പൗത്രൻ, പൗത്രി, പിതാമാതാമഹൻ അല്ലെങ്കിൽ പിതാമാതാമഹി, ഭാര്യപിതാവ് അല്ലെങ്കിൽ മാതാവ്, ഭർത്തൃപിതാവ് അല്ലെങ്കിൽ മാതാവ്, മരുമകൻ, മരുമകൾ, മാതൃസഹോദരൻ, സഹോദരി, പിതൃസഹോദരൻ, സഹോദരി, ഭാര്യാഭർത്തൃ സഹോദരൻ, ഭാര്യാഭർത്തൃ സഹോദരി, അനന്തിരവൻ, അനന്തിരവൾ എന്നിവരുടെ മരണമോ അത്യാസന്ന രോഗാവസ്ഥയോ കാരണം എന്താണ് ഒരു തടവുകാരന് അടിയന്തരാവധി കൊടുക്കാം എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇവിടെ ഇത്രയും പറഞ്ഞ റിലേഷനിൽ ഉള്ള ആളുകൾക്ക് എന്താണ് ഒന്നെങ്കിൽ മരണമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് വരികയോ എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ഒരു തടവുകാരൻ സൽസ്വഭാവിയായിട്ടുള്ള ഒരു തടവുകാരൻ എന്താണ് അടിയന്തരാവധി അനുവദിക്കാവുന്നതാണ് കേട്ടോ. മകൻ, മകൾ, സഹോദരൻ, സഹോദരി, പൗത്രൻ, പൗത്രി, ഭാര്യാഭർത്തൃ സഹോദരൻ, ഭാര്യാഭർത്തൃ സഹോദരി, നേരനന്തിരവൻ, നേരനന്തിരവൾ എന്നിവരുടെ വിവാഹമാണെങ്കിലും അവർക്ക് എന്താണ് അടിയന്തരാവധി ലഭിക്കും. കൂടാതെ താമസിക്കുന്ന വീട് ഭാഗികമായോ പൂർണ്ണമായോ തകരുക വഴിയും അവർക്ക് എന്താണ് അടിയന്തരാവധിക്കുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് അവർക്ക് എന്താണ് അടിയന്തരാവധിക്കുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അടിയന്തര അവധിക്കുള്ള ഓരോ അപേക്ഷയും വിലയിരുത്തപ്പെടേണ്ടത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെയും ജയിൽ സൂപ്രണ്ടിൻ്റെ ശുപാർശയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. ഈ ചട്ടങ്ങൾ പ്രകാരം അവധി അനുവദിക്കാനുള്ള ഓരോ അപേക്ഷയോടൊപ്പം തടവുകാരന് അവധി അനുവദിക്കുന്നത് മൂലം ക്രമസമാധാനത്തിനോ പ്രത്യേകിച്ച് തടവുകാരൻ്റെ സ്വന്തം സുരക്ഷിതത്വത്തിനോ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കോ പ്രതികൂലമാണോ എന്നും തടവുകാരൻ ഒളിച്ചോടുന്നതിന് സാധ്യതയുണ്ടോ എന്നും മുൻപ് അവധിയിൽ ആയിരുന്നപ്പോഴുള്ള മോശമായ ഏതെങ്കിലും പെരുമാറ്റത്തിൻ്റെ ചരിത്രമുണ്ടെങ്കിൽ അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ബന്ധപ്പെട്ട പോലീസ് സബ് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ജയിൽ സൂപ്രണ്ട് ജയിലിലെ തടവുകാരൻ്റെ സ്വഭാവവും മുൻകാല ചരിത്രവും ഇതുവരെ അനുഭവിച്ചിട്ടുള്ള അവധിയുടെ വിശദ വിവരങ്ങളും സഹിതം വ്യക്തമായിട്ടുള്ള ശുപാർശ നൽകേണ്ടതാണ്. ഇതപ്പോൾ ഇന്നലെ നമ്മൾ സാധാരണ അവധിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ക്ലാസ്സിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഈ പറയുന്നതും. ഈ പറയുന്നതെല്ലാം എന്ത് തന്നെയാണ് ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ പോയിൻ്റ് തന്നെയാണ് കേട്ടോ. ഇവർക്കും എന്താണ് ഇന്നലെ പറഞ്ഞല്ലോ കുറച്ച് ആളുകളെ പറ്റി പറഞ്ഞല്ലോ, പതിവ് കുറ്റവാളികളായിട്ട് തരംതിരിക്കപ്പെട്ടവർ, പിന്നെ 392 മുതൽ 402 വരെയുള്ള വകുപ്പുകളനുസരിച്ചിട്ട് ശിക്ഷിക്കപ്പെട്ട തടവുകാർ, പിന്നെന്താണ് ഈ അപകടകാരികളായി കണക്കാക്കപ്പെട്ടിട്ടുള്ള തടവുകാരും ഗുരുതരമായി ജയിൽ നിയമലംഘനങ്ങൾ ആയി കയ്യേറ്റം, ലഹള, കലാപം, തടവ് ചാടൽ, ഗുരുതരമായ ചട്ടലംഘനത്തിന് ദുഷ്പ്രേരണ, പ്രക്ഷോഭം മുതലായവയും അതുപോലുള്ളതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും മാനസിക രോഗാവസ്ഥയുള്ളവരും പകർച്ചവ്യാധിയുള്ളതുമായ തടവുകാർക്കൊന്നും എന്താണ് അടിയന്തരാവസ്ഥ ലഭിക്കുന്നതല്ല. ഇത് ഇന്നലത്തെ നമ്മുടെ സാധാരണ അവധിയിലും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ക്ലാസ്സുകളൊക്കെ കാണാത്തവർ കയറിയിട്ട് കാണാം കേട്ടോ. ഇനി നോക്കൂ, ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് അടിയന്തര അവധി ഒരു പ്രാവശ്യം പരമാവധി അനുവദിക്കാവുന്നത് 15 ദിവസത്തേക്ക് ആയിരിക്കും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. സാധാരണ അവധിയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്ര ഉണ്ട്? 60 അവധിയാണ് സാധാരണ അവധിയുള്ളത്. പക്ഷേ അടിയന്തരാവധി എത്രയാണ്? അടിയന്തരാവധി ഒരു പ്രാവശ്യം പരമാവധി അനുവദിക്കാവുന്നത് എത്ര ദിവസത്തേക്കാണ്? 15 ദിവസത്തേക്കായിരിക്കും എന്താണ് അടിയന്തരാവധി കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണേ. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് തിരികെ ജയിലിൽ നിന്നും തടവുകാരൻ്റെ ഗൃഹത്തിലേക്കും തിരികെയുമുള്ള യാത്രയ്ക്ക് ആവശ്യമായ സമയം അത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിമാണ് നോർമൽ ഒരു ലീവിന് അർഹതയുള്ള തടവുകാരൻ്റെ അതേ ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ സമയം തന്നെയാണ് കേട്ടോ ഇവിടെയും പറയുന്നത്. അത് ജയിലിൽ നിന്നും തടവുകാരൻ്റെ ഗൃഹത്തിലേക്കുള്ള ദൂരം ബേസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നോക്കിയവർ ഇത് രണ്ട് സെയിമാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ നോക്കൂ,
ജയിൽ സൂപ്രണ്ടിന് ഒരു സമയം 10 ദിവസം വരെ അടിയന്തരാവധി അനുവദിക്കാൻ അധികാരമുണ്ടായിരിക്കുന്നതും അതുൾപ്പെടെ 15 ദിവസം വരെ കാലയളവിലേക്ക് ഡയറക്ടർ ജനറലിനും തുടർന്ന് ഒരു പ്രാവശ്യം 15 ദിവസം വരെയുള്ള കാലയളവിലേക്ക് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കും അവധി അനുവദിക്കാവുന്നതാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച്. യാത്രാ ചെലവിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അത് ഇന്നലെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ തടവുകാരൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല, പോകാനുള്ള പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, സർക്കാർ ആ യാത്രാ ചെലവ് വഹിക്കും. പക്ഷെ അതെന്താണ്, അത് തടവുകാരൻ്റെ സ്വകാര്യ പണമോ ഗ്രാറ്റുവിറ്റി ഇനത്തിലുള്ള തുകയോ ജയിലിലെ വേതനമായിട്ടാണ് സർക്കാർ ആ പൈസ എന്താണ് യാത്രാ ചെലവിനുള്ള പൈസ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ അത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നോക്കൂ, മറ്റ് കേസുകൾ നിലനിൽക്കുമ്പോൾ. ഒരു തടവുകാരനും മറ്റു കേസുകൾ നിലനിൽക്കുമ്പോൾ പ്രസ്തുത കേസുകൾക്ക് ജാമ്യത്തിലല്ലെങ്കിൽ അവധി അനുവദിക്കാൻ പാടുള്ളതല്ല. ഈ ചട്ടങ്ങളിൽ ശിക്ഷ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അപ്പീൽ അഥവാ റിവിഷൻ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കപ്പെട്ടതോ ഒന്നിൽ കൂടുതൽ ശിക്ഷകളുടെ ആകെ കാലയളവോ ഫൈൻ, സെക്യൂരിറ്റി തുക ഇവ ഒടുക്കാത്തതിന് പകരമായ തടവ് ശിക്ഷയോ എന്നാകുന്നു. തടവുകാരൻ അവധിയിലായിരിക്കുമ്പോൾ സ്ഥലം പോലീസ് സബ് ഇൻസ്പെക്ടറുടെ കർശന നിരീക്ഷണത്തിലായിരിക്കുന്നതാണ്. ഒരു തടവുകാരന് അവധി വിടുതൽ ചെയ്യുമ്പോൾ ജയിൽ സൂപ്രണ്ട് വിവരം സ്ഥലം പോലീസ് സബ് ഇൻസ്പെക്ടറെ അറിയിക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ഒരു തടവുകാരനെ എന്താണ് അവധിക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ജയിൽ സൂപ്രണ്ടാണ് ഈ സ്ഥലം ഈ വിവരം അവിടുത്തെ ഈ തടവുകാരൻ്റെ സ്ഥലം എവിടെയാണ് അവിടുത്തെ സ്ഥലം പോലീസ് ഇൻസ്പെക്ടറെ അറിയിക്കേണ്ടത് കേട്ടോ. ഒരു തടവുകാരൻ അവധിയിൽ പോയാലും എന്താണ് ആ സ്ഥലത്തെ പോലീസ് ഇൻസ്പെക്ടറുടെ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും ഈ തടവുകാരൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു തടവുകാരൻ അവധിയിൽ വിടുതൽ ചെയ്യപ്പെട്ടാൽ കഴിയുമെങ്കിൽ ആ ദിവസമോ അതല്ലെങ്കിൽ അടുത്ത ദിവസമോ പ്രാദേശിക പോലീസ് അധികാരിയുടെ മുമ്പാകെ ഹാജരായി വിടുതൽ ഉത്തരവ് സാക്ഷ്യപ്പെടുത്തി മടങ്ങി വരുമ്പോൾ ജയിൽ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ് കേട്ടോ. ഇനി നോക്കൂ, തിരികെ വിളിക്കാനുള്ള അധികാരം. തടവുകാരൻ്റെ ദുർനടത്തിപ്പിനെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയാലുടൻ ജയിൽ സൂപ്രണ്ട് അയാളെ തിരികെ വിളിക്കേണ്ടതാണ്. ഇതിനായി അടിയന്തര നടപടിയെടുക്കാനും തടവുകാരനെ ഹാജരാക്കാനും ആവശ്യപ്പെട്ട് സൂപ്രണ്ട് പോലീസിന് എഴുതേണ്ടതും പോലീസ് ഉടനെ തടവുകാരനെ ജയിലിൽ ഹാജരാക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതുമാണ്. ഇനിയിപ്പോൾ അയാൾ എന്താണ് അവധിക്ക് പോയി കഴിഞ്ഞിട്ട് അയാൾ അവിടെ ദുർനടപ്പ് എന്തെങ്കിലും നടത്തണം, മോശമായിട്ട് പ്രവർത്തികൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ എന്താണ്, ജയിൽ സൂപ്രണ്ടിനാണ് അയാളെ തിരികെ വിളിക്കാനുള്ള അധികാരമുള്ളത് കേട്ടോ, ജയിൽ സൂപ്രണ്ടിന്. അപ്പോൾ എന്താണ്, ഈ ജയിൽ സൂപ്രണ്ടിന് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ജയിൽ സൂപ്രണ്ട് പോലീസിന് അവിടുത്തെ സ്ഥലം പോലീസ് ഇൻസ്പെക്ടർക്ക് കാര്യം എഴുതുകയും അവരെന്ത് വേണം, ഉടനെ തടവുകാരനെ ജയിലിൽ ഹാജരാക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതുമാണ്. ഇനി വിടുതൽ സമയമുണ്ട് കേട്ടോ. തോന്നിയ പോലെ വിടാൻ പറ്റില്ല. എപ്പോഴൊക്കെയാണ് വിടാൻ പറ്റുന്നത്, അവധിയിൽ വിടുതൽ ചെയ്യുന്നത് ഏതൊരു ദിവസവും സൂര്യോദയത്തിന് ശേഷവും ലോക്കപ്പിന് മുമ്പും ആയിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അടിയന്തരാവധി നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ അവധി, പ്രിസണേഴ്സിൻ്റെ സാധാരണ അവധിയെക്കുറിച്ചും അടിയന്തരാവധിയെക്കുറിച്ചും നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട് ഇടയ്ക്കൊന്ന് വായിച്ച് നോക്കുക, റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അല്ലാണ്ടപ്പോൾ ഇതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആസ്ത അക്കാദമി പുറത്തിറക്കിയിട്ടുള്ള ഒരു ബുക്ക് കേട്ടോ, നമ്മുടെ അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു ബുക്കാണ്. അത് ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ നാളെ വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറിയിട്ട് കാണാം കേട്ടോ. പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുക. അത് വാങ്ങിക്കാൻ പറ്റാത്തവർ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട്, എൻ്റെ ടെലിഗ്രാം ചാനലുണ്ട്, ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാനിതിൻ്റെ പേജസൊക്കെ ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം കേട്ടോ. അത് അങ്ങനെ പറ്റാത്തൊരു കുഴപ്പമൊന്നുമില്ലാത്ത ബുക്കാണ്. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നാളെ വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ പിന്നെ വേറെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീണ്ടും പറയുകയാണ്, നന്നായിട്ട് പഠിക്കുക. ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫെയർ ഡെയിലി നോക്കുക തന്നെ ചെയ്യട്ടോ. ഞാൻ ഡെയിലി ഷോർട്സ് ആക്കിയിട്ട് ഇടുന്നുണ്ട് കറണ്ട് അഫെയർ. ആവശ്യമുള്ളവർ കയറിയിട്ട് കാണാം കേട്ടോ. നല്ല നല്ല പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസർക്ക് മെയിനായിട്ടും സ്പോർട്സിൽ കൊടുക്കുന്ന അവാർഡുകൾ, പിന്നെ ലിറ്ററേച്ചർ അവാർഡുകൾ, പിന്നെ
അത്രയൊക്കെ തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ നൊബേൽ പ്രൈസസ് അത് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്, ബുക്കർ പ്രൈസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ 2025 മാത്രമല്ല കേട്ടോ പഠിക്കേണ്ടത്, ഒരു 2022 തൊട്ടുള്ള അവാർഡുകളൊക്കെ ഒന്ന് നോക്കിയിരിക്കുക, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഈ PSC ഏത് വർഷത്തെയാണ് ചോദിക്കാൻ പറ്റുകയെന്ന് അറിയില്ല. 2019 വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഏതൊരു എക്സാം എഴുതാൻ പോയപ്പോൾ അതിൽ ചോദിച്ചത് 2022 കേട്ടോ. പക്ഷേ എന്തോ ഭാഗ്യം അത് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2019 എന്തോ ഒരു കേസും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മറന്നുപോയി. അപ്പം നമ്മൾ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലിറ്ററേച്ചർ അവാർഡ് പഠിക്കുകയാണെങ്കിൽ 2025, 2024, 2023, അങ്ങനെ 2022 അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്തെങ്കിലും കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കുക കേട്ടോ. കോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. പിന്നെ നമ്മുടെ ഈ സമുദ്രജല പ്രവാഹങ്ങൾ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, അതെന്തായാലും വിടരുത്. അതൊരു കോഡ് വെച്ചിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കുക കേട്ടോ. വേറെ ഈ യൂട്യൂബ് ക്ലാസ്സിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. ഞാൻ ഒരു സാറിൻ്റെ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്, ആ സാറിൻ്റെ കോഡ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. എനിക്കത് ഒരു എക്സാമിന് വരും ചെയ്തു. ഞാൻ അന്ന് എഴുതിയ എക്സാമിന് തന്നെ ഞാൻ വരും ചെയ്തു, അത് ഞാൻ എഴുതും ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഓർമ്മയില്ല സാറിൻ്റെ പേര്, അയ്യോ അത് ഓർമ്മയില്ല, ഞാൻ പറയാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നാളെ ഇത് ഈ ബുക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ യൂട്യൂബ് ചാനൽ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അത് കോഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. നമുക്കിത് ഒരുപാട് ഇതാണ്, ഈ ലാബ്രഡോർ പ്രവാഹം, അഗുൽഹാസ് അങ്ങനെയുള്ള ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെ വരുന്നു, സമുദ്രത്തിലെയാണെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. നമുക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കോഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ കഴിയും. പിന്നെ നമ്മുടെ ഈ സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അത് മീസോസ്ഫിയർ, അത് അന്തരീക്ഷ പാളികൾ, അതും ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇപ്പം പറയാൻ. ഞാനിങ്ങനെ ഓരോ ക്ലാസ്സിൽ ഓരോന്ന് പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാനതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാത്തിനും കൂടെ സമയം കിട്ടുന്നില്ല. പക്ഷെ എന്നാലും സ്പെഷ്യൽ ടോപ്പിക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഞാൻ ഈ നവോത്ഥാനം ഇപ്പോൾ ചോദിച്ച് കണ്ടിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നാളെയോ മറ്റന്നാളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം അതിൽ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കാണുന്നത് നമ്മുടെ ഒരു നവോത്ഥാന നായകനെ തരും, അവരുടെ കൃതികളാണ് തരുന്നത് കേട്ടോ. അതിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമിയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇനി എങ്ങാനും വന്നാലോ, ചിലപ്പോൾ ഒരു 2023 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക് യു.